മലപ്പുറത്ത് ഒരു വാർഡിലേക്ക് മത്സരിക്കാൻ UDFിൽ നിന്ന് 9 സ്ഥാനാർത്ഥികൾ. പള്ളിക്കൽ ബസാർ പഞ്ചായത്തിലെ കൂട്ടാലുങ്ങൽ വാർഡിലാണ് സ്ഥാനാർത്ഥികളുടെ കുത്തൊഴുക്ക്. ഔദ്യോഗിക സ്ഥാനാർത്ഥി ആരെന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് 7 പേരും ലീഗിൽ നിന്ന് 2 പേരുമാണ് പത്രിക നൽകിയത്. തലക്കടത്തൂർ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ UDFിൽ നിന്ന് 4 പേരും പത്രിക നൽകിയിരുന്നു. യൂനസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനസ, 9 സ്ഥാനാർത്ഥികൾ, അതിൽ ഒരാളാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകേണ്ടത്. എന്താണ് ഇങ്ങനെയൊരു വലിയ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥികളുടെ കുത്തൊഴുക്കിന് കാരണമായത്? ദിവ്യ, വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് മലപ്പുറം പള്ളിക്കുൾസാറിലെ ഈ കൂട്ടാലുങ്ങൽ വാർഡിലെ UDFിന് ഇപ്പോൾ പറ്റിയത്. വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം ഒരു വാർഡിലേക്ക് 9 സ്ഥാനാർത്ഥികളാണ്. അതിൽ 7 പേർ കോൺഗ്രസുകാരാണ്, 2 പേർ മുസ്ലിം ലീഗുകാരാണ്. പ്രധാനമായി ഇത് കോൺഗ്രസിന് അനുവദിച്ചുള്ള കാലങ്ങളായി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്. നിലവിൽ ഒരു കോൺഗ്രസ് വാർഡ് മെമ്പർ തന്നെയാണ് നിലവിൽ അവിടെയുള്ളത്. ആ ഒരു വാർഡ് മെമ്പർ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയായി കാണുന്നത്. പക്ഷേ ആ വാർഡ് മെമ്പറോടുള്ള ഒരു അതൃപ്തിയാണ് മറ്റ് 6 പേർ ഇപ്പോൾ സ്ഥാനാർത്ഥികളായി ഇപ്പോൾ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായി ഇവർ ഉന്നയിക്കുന്ന കാര്യം, ഈ ഒരു വ്യക്തി കാലങ്ങളായി ഈ ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഈ ഒരു വ്യക്തി കുടുംബാധിപത്യം പുലർത്തുന്നു എന്നുള്ള ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഇയാളുടെ ഭാര്യയായിരുന്നു ഇവിടെയുള്ള വാർഡ് മെമ്പർ. അങ്ങനെ ഭാര്യയും ഭർത്താവും മാറി മാറി ഈ ഒരു സീറ്റ് കൈവശപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചാണ് ബാക്കിയുള്ള 6 സ്ഥാനാർത്ഥികൾ, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മത്സരത്തിന് തയ്യാറായിരിക്കുന്നത്. അതോടൊപ്പം 2 ലീഗുകാർ ഇപ്പോൾ മത്സരത്തിനുണ്ട്. അവർ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർഡ് ഇത് ഈ കോൺഗ്രസിന് നൽകുന്നതിൽ, കോൺഗ്രസിന് ശരിക്കും ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പോലും സാധിക്കുന്നില്ല. അവർക്ക് സീറ്റ് വിട്ടു നൽകുന്ന അതൃപ്തിയാണ് ലീഗുകാരും ഇപ്പോൾ സ്ഥാനാർത്ഥികളായി വന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കൂട്ടാലുങ്ങൽ വാർഡ് സംസ്ഥാനത്ത് തന്നെ 2ാമത് ഭൂരിപക്ഷമുള്ള, കഴിഞ്ഞ തവണ 800-ലധികം വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചത്. ഈ സംസ്ഥാനത്ത് തന്നെ 2ാമതുള്ള ഏറ്റവും ഭൂരിപക്ഷമുള്ള വിജയമാണ്. ഏറ്റവും സ്വാധീനമുള്ള, UDFിന് ഏറ്റവും സ്വാധീനമുള്ള വാർഡാണ്. അവിടെയാണ് ഈ ഒരു വലിയൊരു പ്രതിസന്ധി. 9 പേരും യൂനസ് പത്രിക പിൻവലിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും? ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ തുടരുകയാണ്. ഈ മറ്റാറ് കോൺഗ്രസ് നേതൃത്വത്തിന് നിലവിലെ വാർഡ് മെമ്പറായ ഈ ലത്തീഫിനെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് താല്പര്യം. മറ്റ് 6 പേരോട് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവർ വഴങ്ങുന്നില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 2 ലീഗ് സ്ഥാനാർത്ഥികളായി പത്രിക നൽകിയ 2 ലീഗുകാർ മത്സര രംഗത്ത് പിന്മാറുകയാണ് എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് പാർട്ടി ലീഗ് അവരോട് സംസാരിച്ചു, പാർട്ടി നേതൃത്വത്തിന്റെ അഭിപ്രായം മാനിച്ച് മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഇപ്പോൾ ലീഗുകാരായ 2 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഏതായാലും വ്യക്തമാക്കുന്നുണ്ട്. ബാക്കി 6 പേർ, കോൺഗ്രസിന്റെ 6 പേരുമായിട്ടുള്ള ഈ ചർച്ച ഇപ്പോൾ നടക്കുകയാണ്. ഒരു കാര്യം കൂടി യൂനസ്, ഈ തലക്കടത്തൂർ ഡിവിഷനിൽ വലിയ പ്രതിസന്ധി ഉണ്ടല്ലേ? UDFിൽ നിന്ന് 4 പേരാണോ പത്രിക നൽകിയത്? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, തലക്കടത്തൂർ ഇപ്പോഴും ആ പ്രതിസന്ധി തുടരുകയാണ്. താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഡിവിഷനാണ്. UDFിന്റെ ഏറ്റവും ഉറച്ച ഒരു കോട്ടയാണ് ഈ തലക്കടത്തൂർ ഡിവിഷൻ. ഈസിയായി വിജയിക്കുന്ന ഒരു ഡിവിഷൻ കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. 3 പേരാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ സീറ്റാണ്. അവിടെ ഒരു ലീഗുകാരനും മത്സരിക്കുന്നു. പ്രധാനമായി ഈ 3 പേരും കൈപ്പത്തി ചിഹ്നത്തിൽ പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട്. ആ ചർച്ചയും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഉടൻ തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളുമായി ഇപ്പോൾ ചർച്ചകൾ തുടരുന്നുണ്ട്. ഏതായാലും മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിമത ശല്യമുണ്ട്. അതോടൊപ്പം പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ ഇത് കാണപ്പെടുന്നത്. ഏതായാലും ചർച്ചകൾ തുടരുന്നുണ്ട്. ഉടൻ പരിഹരിക്കാനാകുമെന്നാണ് മലപ്പുറത്ത് പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലുങ്ങൽ വാർഡിലാണ് 9 സ്ഥാനാർത്ഥികൾ. UDF വലിയ പ്രതിസന്ധിയിലാണ്. അവിടെ കൂട്ടാലുങ്ങൽ മാത്രമല്ല, തലക്കടത്തൂർ ഡിവിഷനിലേക്കും UDFിൽ നിന്ന് 4 പേരാണ് പത്രിക നൽകിയത്.